Hey guys, welcome back to Happy School. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പവർ ഷെയറിംഗ് എന്നുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നോക്കി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Belgium solved its problem of majoritarianism by strengthening which of the following types of government? Which of the following types of government? Easy question ആണല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? യൂണിറ്ററി, പ്രസിഡൻഷ്യൽ, ഫെഡറൽ, പാർലമെന്ററി. ബെൽജിയം ഗവൺമെന്റ് വാട്ട് കൈൻഡ് ഓഫ് ഡെമോക്രസി ആണ്? വാട്ട് കൈൻഡ് ഓഫ് ഗവൺമെന്റ് ആണ്? ഇറ്റ്സ് ഫെഡറൽ സ്ട്രക്ചർ അല്ലേ. ആ ബെൽജിയത്തിന്റെ കേസ് സ്റ്റഡി ഓർമ്മയില്ലേ? അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൽജിയം സോൾവ് ഇറ്റ്സ് പ്രോബ്ലം ഓഫ് മെജോറിറ്റേറിയനിസം ബൈ സ്ട്രെങ്തനിങ് ഫെഡറൽ ടൈപ്പ് ഓഫ് ഗവൺമെന്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, അടുത്തൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എവിഡൻ്റ് ആയിട്ടുണ്ട്. വൈ ഈസ് പവർ ഷെയറിംഗ് ഡിസൈറബിൾ? വൈ ഈസ് പവർ ഷെയറിംഗ് ഈസ് ഡിസൈറബിൾ? പോയിന്റ് ആയിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തൊക്കെ? രണ്ട് റീസൺസ് ഉണ്ട്. രണ്ട് റീസൺസ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് റീസൺസ് ഓർമ്മയില്ലേ? പ്രുഡൻഷ്യൽ റീസൺസ്, അതായത് പ്രാക്ടിക്കൽ റീസൺസ്. പ്രാക്ടിക്കൽ റീസൺസിൽ എന്തൊക്കെയാണ് പോയിന്റ്സ് ഉള്ളത്? റെഡ്യൂസ് കോൺഫ്ലിക്ട്സ് അമംഗ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ബെൽജിയത്തിൻ്റെ കേസ് ഓർമ്മയില്ലേ? ബെൽജിയത്തിൻ്റെ കേസ് ആലോചിക്കുക. വൈ പവർ ഷെയറിംഗ് ഡിസൈറബിൾ എന്ന് ചോദിക്കുമ്പോൾ, ബിക്കോസ് പവർ ഷെയറിംഗ് എഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ട് ബെൽജിയമാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ലിംഗ്വിസ്റ്റിക് സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എഫക്റ്റീവ്ലി റെഡ്യൂസ് ചെയ്തു. എൻഷുവേഴ്സ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് പ്രിവെൻറ്റ്സ് വയലൻസ്. ബെൽജിയത്തിൽ വന്നേക്കാവുന്ന ആ വയലൻസ് അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എഫക്റ്റീവ്ലി അവർ റിസോൾവ് ചെയ്തത് പവർ ഷെയറിങ്ങിലൂടെയാണ്. തേർഡ് പോയിന്റ്, പ്രിവെൻറ്റ്സ് ഡൊമിനൻസ് ഓഫ് ദി മെജോറിറ്റി ഓവർ മൈനോറിറ്റീസ്. മൈനോറിറ്റീസിൻ്റെ മുകളിൽ മെജോറിറ്റി ഡൊമിനൻ്റ് ആവുമ്പോഴാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. പക്ഷേ ബെൽജിയത്തിൽ അത് അവർ എഫക്റ്റീവ്ലി അത് റിസോൾവ് ചെയ്തു. എങ്ങനെ? ത്രൂ പവർ ഷെയറിംഗ്. പ്രിവെൻറ്റ്സ് ഡൊമിനൻസ് ഓഫ് ദി മെജോറിറ്റി ഓവർ മൈനോറിറ്റീസ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, പ്രൊമോട്ട്സ് നാഷണൽ യൂണിറ്റി ഇൻ ദി ലോങ്ങർ റൺ. ശ്രീലങ്കയുടെ കേസിൽ നോക്കുമ്പോൾ ഫസ്റ്റ് മുതൽക്കേ അവർ ഈ പവർ ഷെയറിംഗ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരാത്തത് കൊണ്ട് എന്തുപറ്റി? ഇപ്പോഴും ശ്രീലങ്കയിൽ പൊളിറ്റിക്സ് എന്താണ്? ഗവൺമെൻറ് കുറച്ച് ഇൻസ്റ്റേബിൾ ആണ്, കുറച്ചധികം. പക്ഷേ ബെൽജിയത്തിൻ്റെ കേസിൽ അവർ എഫക്റ്റീവ്ലി ഫസ്റ്റ് തുടക്കം തൊട്ട് തന്നെ പവർ ഷെയറിങ്ങിലൂടെ റിസോൾവ് ചെയ്തപ്പോൾ എന്തുപറ്റി? നാഷണൽ യൂണിറ്റി ഇൻ ദ ലോങ് റൺ അല്ലേ. അപ്പം ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രുഡൻഷ്യൽ റീസൺസ് ആണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് മോറൽ റീസൺ, അതായത് ഡെമോക്രാറ്റിക് റീസൺസ്. ഏതൊക്കെയായിരുന്നു? റിഫ്ലെക്ട്സ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. ഓർമ്മയില്ലേ? പവർ ഷെയറിംഗ് ഈസ് ദി ട്രൂ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. എപ്പോഴും പോയിന്റ് ആയിട്ട് കൊടുക്കുക. ഈ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് തേർഡ്, ഗിവ് പീപ്പിൾ ടു സേ ഇൻ ഗവൺമെൻറ്. ഈ ഒരു ഗവൺമെൻറ്റിൽ ദ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? പീപ്പിളാണ്. അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് വോയിസ് ഉണ്ടാവുമ്പോഴാണ് ഗവൺമെൻറ്റും എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ പവർ ഷെയറിംഗ് ഗിവ്സ് പീപ്പിൾ എ സേ ഇൻ ഗവൺമെൻറ്. തേർഡ് പോയിന്റ്, എൻഷുവേഴ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ബെൽജിയത്തിൻ്റെ കേസിൽ ഓർമ്മയില്ലേ? ഡച്ചിൻ്റെ ആണെങ്കിലും ഫ്രഞ്ചിൻ്റെ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്പേസ് കൊടുത്തു. എൻഷുവേഴ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. സോ മേക്സ് ഗവൺമെൻറ് എ മോർ ലെജിറ്റിമേറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്സ് എമംഗ് ദി ഫോളോയിങ് ഇൻ മോഡേൺ ഡെമോക്രസി. ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് ഓർമ്മയുണ്ടോ? ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗും ഉണ്ട്, വെർട്ടിക്കൽ പവർ ഷെയറിംഗും ഉണ്ട്. എന്താണ് ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ്? ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഓർഗൻസ് മൂന്നെണ്ണമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയായിരുന്നു? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റൽ ഓർഗൻസ് ആണ്. അപ്പോൾ അതാണ് എന്ത് ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗിൽ വരാം. വെർട്ടിക്കൽ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? വെർട്ടിക്കലിൽ ആദ്യം എന്ത് വരും? സെൻട്രൽ ഗവൺമെൻറ് വരും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താഴെ സ്റ്റേറ്റ് ഗവൺമെൻറ് വരും. അതിൻ്റെ താഴെ ഇന്ത്യൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ താഴെ
നമ്മുടെ ഡിസ്ട്രിക്ട് അതോറിറ്റി, അതേപോലെ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് അങ്ങനെ വരും. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് വെർട്ടിക്കൽ ഗവൺമെന്റ്. ഇവിടെ ഈ കേസിൽ എന്താ ചോദിച്ചാൽ ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് എമംഗ് എന്താ വരിക? ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്സ് at different levels, different social groups or different parties, pressure groups and movements. Answer എന്താ? different organs of the government. Horizontal power sharing refers to the division of power among different organs of government. So moving to the next question. So ഇതും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ പവർ ഷെയറിംഗ് ആൻഡ് സെലക്ട് ദി ആൻസർ യൂസിങ് ദി ഗിവൺ കോഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഓരോ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് പോവാം അല്ലേ. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡെമോക്രസി. പവർ ഷെയറിംഗ് ഡെമോക്രസിക്ക് ഗുഡ് ആണോ ബാഡ് ആണോ? ഇറ്റ്സ് ഗുഡ് അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് ക്രിയേറ്റ്സ് ഹാർമണി ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. നമ്മുടെ ഇത് ഓരോ പവർ ഷെയറിങ്ങിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മൾ നമ്മളുടെ രണ്ട് എക്സാമ്പിൾസ് നോക്കുക, ബെൽജിയത്തിൻ്റെയും ശ്രീലങ്കയുടെയും. അപ്പോൾ ക്രിയേറ്റ്സ് ഹാർമണി ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ശരിയല്ലേ? യെസ് ശരിയാണ്. തേർഡ്, ഇറ്റ് ബ്രിങ്സ് ട്രാൻസ്പെറൻസി ഇൻ ദി ഗവേണൻസ്. ഗവേണൻസിൽ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇറ്റ് ബ്രിങ്സ് സോഷ്യോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എമംഗ് പാർട്ടീസ്. ശരിയോ തെറ്റോ? തെറ്റാണത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 1, 2 and 3. ഓപ്ഷൻ എ 1, 2 and 3. യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് ഇൻ ബെൽജിയം ആൻഡ് ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, കറക്റ്റ് അല്ല നമ്മളോട് ചോദിച്ചത്, ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് വായിക്കുക, ശരിയാണോ തെറ്റാണോ നോക്കുക. ബെൽജിയത്തിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എ, ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം ഡച്ച് ആൻഡ് ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ്. ശരിയാണോ തെറ്റാണോ? ശരിയായിരുന്നു അല്ലേ. ബെൽജിയത്തിൻ്റെ കേസ് ഓർമ്മയില്ലേ. സെക്കൻഡ്, സെപ്പറേറ്റ് ദി ഗവൺമെൻറ് ഫോർ ബ്രസൽസ് വിത്ത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. ബ്രസൽസിൽ, അതായത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലിൽ സെപ്പറേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നില്ലേ? യെസ്. And third, state government to be subordinate to the central government. ബെൽജിയത്തിൻ്റെ കേസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സബോർഡിനേറ്റ് ആയിരുന്നോ? നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ കൂടെ നോക്കാം. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ ബിലോങ്ങിങ് ടു വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. ശരിയാണല്ലേ, ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് റോങ് ആയിട്ടുള്ളത്, ഇൻകറക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് വരിക. വൈ? In Belgium's power sharing mode, many powers of the central governments were transferred to the state governments of the two regions. ഓർമ്മയില്ലേ? പക്ഷേ എന്തല്ല, the state governments are not subordinate to the central government. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് സബോർഡിനേറ്റ് അല്ലായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Apart from the central and the state government, Belgium has a third kind of government. ഓർമ്മയില്ലേ? As well. Identify this third kind of government from the following option. ഏതായിരുന്നു തേർഡ് കൈൻഡ് ഓഫ് ഗവൺമെൻറ്? ആദ്യം സെൻട്രൽ ഗവൺമെൻറ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അത് കഴിഞ്ഞ് ഒരു ഫോം ഓഫ് ഗവൺമെൻറ് കൂടെ ഉണ്ടായിരുന്നു. ഏതാണത്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്, കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ആൻഡ് ലിബറൽ ഗവൺമെൻറ്. ഏതാ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഏതാ? ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ്. വളരെ ചെറിയ ചാപ്റ്ററാണ്, കുറച്ചേ പഠിക്കാനുള്ളൂ. ഒരു 1-2 ടോപ്പിക്സ് ഒന്ന് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചാൽ ഏത് തരത്തിലുള്ള MCQ ആണെങ്കിലും അല്ല ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം.